Hi friends, welcome to Preethu's Cooking. ഇന്നൊരു അടിപൊളി പനീർ റെസിപ്പി ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. ഇതെല്ലാവർക്കും തീർച്ചയായും ഇഷ്ടപ്പെടും. പിന്നെ എൻ്റെ ഈ ചാനലിൻ്റെ സബ്സ്ക്രൈബറായ കമലേച്ചി എൻ്റെ വെറൈറ്റി ദോശ ട്രൈ ചെയ്തിട്ട് അതിൻ്റെ ഫോട്ടോസ് എനിക്ക് അയച്ചു തന്നിരുന്നു. ഒരുപാട് സന്തോഷം തോന്നി. കമലേച്ചിക്ക് ഒരു ബിഗ് താങ്ക്സ്. കമലേച്ചി അയച്ചു തന്ന ഫോട്ടോസ് ഞാൻ ഈ വീഡിയോൻ്റെ ഒപ്പം ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യമായി 1 ടേബിൾ സ്പൂൺ കടലപ്പൊടി നമുക്ക് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ഒന്ന് ചൂടായാൽ മതി, ഒരുപാട് കളർ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ഈ ഗ്രേവിയിൽ ചേർത്ത ഒരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. ഇനി ഇത് മാറ്റിയിട്ട് നമുക്ക് പനീർ ക്യൂബ്സ് മാരിനേറ്റ് ചെയ്യാം. അതിനായി ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇത് മൂന്നും കൂടെ ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്ത് വെക്കാം. ഇത് പനീറിന് ഒരു ഫ്ലേവർ കൊടുക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. അതിനുശേഷം ഒരു പാൻ വെച്ച് അതിലേക്ക് ഒരു 3/4 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് ഈ മാരിനേറ്റ് ചെയ്ത് വെച്ച പനീർ അതിലേക്കിട്ടിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക. ശരിക്കും ഈ മാരിനേഷൻ അതിന് പിടിക്കാൻ വേണ്ടിയിട്ടും പിന്നെ നമ്മൾ ഗ്രേവിയിലിടുമ്പോൾ ഈ പനീർ ക്യൂബ്സ് പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ടും ചെയ്യുന്നതാണിത്. പനീറിന് ഒരു സ്ലൈറ്റ് കളർ ചേഞ്ച് വരുമ്പോൾ നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഗ്രേവി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായി ഒരു പാന് സ്റ്റൗവിൽ വെച്ചിട്ട് 1 ടേബിൾ സ്പൂൺ ഓയിൽ, ഒരു 3/4 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് നല്ലൊന്ന് ചൂടായതിനു ശേഷം അതിലേക്ക് കറാമ്പൂ, പട്ട, കുറച്ച് ജീരകം, വറ്റൽമുളക് എന്നിവയിട്ട് ഒന്ന് വഴറ്റുക. അതിനുശേഷം അതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ച ഉള്ളി, ചേർത്തിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്യുക. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല ബ്രൗൺ കളറാകുന്ന വരെ വഴറ്റുക. എന്നിട്ട് അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, പിന്നെ ജീരകപ്പൊടി, പിന്നെ നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ച കടലമാവ്, ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതിലേക്ക് ടൊമാറ്റോ പ്യൂറി ചേർക്കുക. ഇത് ഞാൻ 2 തക്കാളി മിക്സിയിൽ അടിച്ചെടുത്തതാണ്. എന്നിട്ട് നല്ലോണം വഴറ്റുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ തൈര് ചേർക്കണം. എന്നിട്ട് അതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഈ ഗ്രേവിക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് എത്രയാണോ വെള്ളം ആവശ്യമുള്ള അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇനി ഒരു 2 മിനിറ്റ്സ് ക്ലോസ് ചെയ്ത് കുക്ക് ചെയ്യാം. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഈ ഗ്രേവിയിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ട്
ഉള്ള പനീർ ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്യാം. കുറച്ചും കൂടെ വെള്ളം ആവശ്യമുള്ളതുകൊണ്ട് ഞാനൊരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നല്ല തിക്ക് ഗ്രേവിയാണ് വേണ്ടതെന്ന് വെച്ചാൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇനി ഒന്നും കൂടെ നമുക്ക് ക്ലോസ് ചെയ്തിട്ട് കുക്ക് ചെയ്യാം. നമ്മുടെ പനീർ ഗ്രേവി ഓൾമോസ്റ്റ് റെഡിയാണ്. ഇനി ഇതിലേക്ക് കസൂരി മേത്തി ചേർത്ത് കൊടുക്കാം. ഇത് ഉലുവ ഇലയാണ്, ഉണങ്ങിയ ഉലുവ ഇല. ഇപ്പം എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഇത് അവൈലബിളാണ്. ഇനി കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് വെക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി പനീർ മസാല റെഡിയാണ്. ഇത് കാണാൻ മാത്രമല്ല കഴിക്കാനും വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ചെയ്ത് നോക്കണേ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.